ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കനുവദിച്ചിട്ടുള്ള സമയമത്രയും വളരെ സൂക്ഷ്മതയോടുകൂടി വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു തൗബയിലെ 111-ാമത്തെ സൂക്തമാണ് നാം കേട്ടത്. ഈ ആയത്തിൻ്റെ ചെറിയൊരു ഉള്ളടക്കത്തെ സംബന്ധിച്ച് ചെറിയൊരു വിശദീകരണം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ നടത്തേണ്ടതിൻ്റെ ആവശ്യകതയും അതിനു പകരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ വില, ഈ വിലയെ സംബന്ധിച്ചും അല്ലാഹുവും വിശ്വാസികളായ നമ്മളും തമ്മിൽ നടത്തുന്ന ഒരു കച്ചവടവുമായി ബന്ധിപ്പിക്കുകയാണ്. അല്ലാഹുവും വിശ്വാസികളായ നമ്മളും തമ്മിൽ നടക്കുന്ന ഇടപാടുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കുമൊക്കെ വേണ്ടി ശബ്ദിക്കുകയും അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ദേഹം കൊണ്ടും ധനം കൊണ്ടും സാധ്യമാകുന്നതൊക്കെയും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കാഴ്ചവെക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടവുമായാണ് ഉപമിച്ചിട്ടുള്ളത്. ഈ കച്ചവടവുമായി ഉപമിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ കച്ചവടത്തോട് ഉപമിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇസ്ലാമിൻ്റെ സാമൂഹികമായ പ്രതിബദ്ധത. ഇസ്ലാം സമൂഹത്തോട് അനുവർത്തിക്കേണ്ട ആ സമൂഹത്തിൻ്റെ നീതിക്കും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഈ കച്ചവടവുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാരണം കച്ചവടം നടക്കുന്നത് എപ്പോഴും മാർക്കറ്റിലായിരിക്കും, അല്ലെങ്കിൽ തെരുവുകളിലായിരിക്കും. ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ ആളുകൾ പരസ്പരമുള്ള ഇടപാടുകളാണല്ലോ കച്ചവടം എന്ന് പറയുന്നത്. ഇതിനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവും വിശ്വാസികളായ നമ്മളും തമ്മിലുള്ള ചില ബന്ധങ്ങളെ, കരാറിനെ സൂചിപ്പിക്കുന്നത്, ഉപമിക്കുന്നത്. സാധാരണഗതിയിൽ കച്ചവടത്തിന് അടിസ്ഥാനപരമായ ചില ഘടകങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കച്ചവട വസ്തു വാങ്ങുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ വസ്തു വിൽക്കുന്ന വ്യക്തി ഉണ്ടാവണം. ആ കച്ചവട ചരക്ക് ലഭ്യമാകണം. ആ ചരക്കിൻ്റെ മൂല്യമനുസരിച്ചുള്ള വില അവിടെ രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഈ കച്ചവടവുമായിട്ടുള്ള എഗ്രിമെൻ്റ്, അതിന് ഡോക്യുമെൻസുകൾ
ക്ലിയറായിട്ട് രേഖാമൂലം സമർപ്പിക്കണം. ഇതൊക്കെയാണല്ലോ ഒരു കച്ചവടവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ വസ്തു വാങ്ങുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തു വാങ്ങുന്ന ആ കേന്ദ്രം അത് അല്ലാഹുവാണ്. മുഷ്തരി എന്ന് പറയുന്ന വാങ്ങുന്നവൻ അല്ലാഹുവാണ്. ഇന്നല്ലാഹ ഇഷ്തറ, അല്ലാഹുവാണ് വസ്തു വാങ്ങുന്നവൻ. എന്നാൽ വിൽക്കുന്നവനോ ഇന്നല്ലാഹ ഇഷ്തറ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ നമ്മിൽ നിന്നാണ് വാങ്ങുന്നത് വസ്തു. അപ്പോൾ വിൽപ്പനക്കാർ ഈ പള്ളിയിലിരിക്കുന്ന ഞാനും നിങ്ങളുമാണ് വിൽപ്പനക്കാർ. നമ്മുടെ ചരക്കുകൾ വാങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നിരിക്കുന്നു. എന്താണ് ഈ ചരക്ക്? ഈ കച്ചവട വസ്തു എന്ന് പറയുന്നത് നഫ്സും മാലുമാണ്. ഇന്നല്ലാഹ ഇഷ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും, വിശ്വാസികളായ നമ്മുടെ ദേഹമാണ്, ധനമാണ്. ദേഹവും ധനവും ഈ വിലപ്പെട്ട കച്ചവട ചരക്ക് അള്ളാഹുവിന് നമ്മൾ വിൽക്കണം. ഇത് വെറുതെ കൊടുക്കുന്നതല്ല. ഏറ്റവും മികവുള്ള, ഏറ്റവും വലിയ വില അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് നൽകാൻ തയ്യാറാണ്. ഈ വില എന്ന് പറയുന്നത് ബി അന്ന ലഹുമുൽ ജന്ന, അമൂല്യമായ വലിയ വിലയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദേഹത്തിനും ധനത്തിനും, നമ്മുടെ ദേഹം കൊണ്ടും ധനം കൊണ്ടും നമ്മൾ ചിലവഴിക്കുന്ന ത്യാഗ പരിശ്രമങ്ങൾ, ഇതെല്ലാം ചരക്കുകളാണ്. നമ്മുടെ സേവനങ്ങൾ, ദീനിന് വേണ്ടി ദീനിൻ്റെ മാർഗത്തിൽ നടത്തുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ, അത് ദേഹം കൊണ്ടും ധനം കൊണ്ടുമൊക്കെ കഴിവിൻ്റെ പരമാവധി ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ചെയ്യുന്നതൊക്കെയും ചരക്കുകളാണ്. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വില നൽകാൻ തയ്യാറാണ്. അതാണ് ബി അന്ന ലഹുമുൽ ജന്ന, പകരം വിലയായി നിശ്ചയിച്ചിട്ടുള്ളത് സ്വർഗമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് രേഖകൾ വേണം. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ സൂചിപ്പിച്ചത് വഅദൻ അലൈഹി ഹഖൻ ഫി തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ, 3 വിലപ്പെട്ട രേഖകളിൽ ഇതിനെ സംബന്ധിച്ച്, ഈ അഗ്രിമെൻറ്റിനെ സംബന്ധിച്ച് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തൗറാത്തിലുണ്ട്, ഇൻജീലിലുണ്ട്, ഖുർആനും ഇതാ ഈ കച്ചവടത്തിൻ്റെ എല്ലാ അഗ്രിമെൻറ്റുകളും ഇതാ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഇത് വാചികമായിട്ടുള്ളതല്ല, ലിഖിതമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വാങ്ങുന്നവൻ അല്ലാഹുവാണ്, ഇത് വിൽക്കുന്നവൻ നമ്മളാണ്. നമ്മുടെ പക്കലുള്ള സകല സംഗതിയും, എല്ലാ വസ്തുക്കളും, നമ്മുടെ ദേഹവും സമ്പത്തുമൊക്കെ അല്ലാഹുവിൻ്റേതാണ്. അതാണല്ലോ വിശ്വാസികളുടെ കാഴ്ചപ്പാട്. നമ്മുടേതായിട്ട് വിൽക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം അല്ലാഹുവിൻ്റെ ദാനമാണ് എന്നൊക്കെ നമുക്കറിയാം. വാങ്ങുന്നവൻ അല്ലാഹുവാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സകലതും അല്ലാഹുവിൻ്റേതാണ്. പ്രത്യേകിച്ച് വാങ്ങേണ്ട ഒരാവശ്യകതയുമില്ല, നമ്മുടെ സമ്മതത്തിൻ്റെ ആവശ്യവുമില്ല. പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്? മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കളെ സൂചിപ്പിക്കുന്നത്, ഇത് അല്ലാഹുവിൻ്റെ അടിമയായ മനുഷ്യരായ നമ്മെ ആദരിച്ചുകൊണ്ട്, നമ്മെ ബഹുമാനിച്ചുകൊണ്ട്, വളരെ മാന്യമായ രൂപത്തിൽ അല്ലാഹുവിൻ്റെ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുന്ന ചില ഡിമാൻഡുകളുണ്ട്. അതിന് അഗ്രിമെൻ്റ് നൽകിക്കൊണ്ട്, പണം നൽകിക്കൊണ്ട്, വില നൽകിക്കൊണ്ട്, സ്വർഗം നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലൂടെ ആവശ്യപ്പെടുന്നു.
നമ്മെ ബഹുമാനിച്ചുകൊണ്ടാണ്, നമ്മെ ആദരിച്ചുകൊണ്ടാണ്. വലഖദ് കറംന ബനി ആദം, ഈ മനുഷ്യരായ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കച്ചവടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടാനുള്ള കാരണം. മാത്രമല്ല, ഈ കച്ചവടങ്ങളെ വളരെയധികം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിക്കുന്നു. ഈ കച്ചവടത്തിൽ ഏർപ്പെടുന്ന ആളുകളെ അഭിനന്ദിക്കുന്നു, അവരാദരിക്കുന്നു, ആശംസകൾ അർപ്പിക്കുന്നു. അതും ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നു. ഫസ്തബ്ശിറൂ ബിബൈഇകുമുല്ലദീ ബായഅതും ബിഹി, നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന അല്ലാഹുമായി ചെയ്യുന്ന ഈ കരാറുണ്ടല്ലോ, ഈ കച്ചവടമുണ്ടല്ലോ, അതിൽ നിങ്ങൾ സന്തോഷിക്കുക. കാരണം അത് വലിയ ലാഭമുള്ള കച്ചവടമാണ്. വദാലിക ഹുവൽ ഫൗസുൽ അലീം, മഹത്തായ വില. നമ്മൾ എത്ര കണ്ട് വലിയ മൂല്യമുള്ളത്, വിലയുള്ളതാണോ അള്ളാഹുവിന് സമർപ്പിക്കുന്നത്, അതിനനുസരിച്ചുള്ള വില, പ്രതിഫലം, കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യും. അലാ ഇന്ന സിലാത്തല്ലാഹി ഹിയൽ ഉൽയ, നമ്മൾ സമർപ്പിക്കുന്ന വസ്തുവിൻ്റെ മൂല്യമനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വില നൽകാൻ തയ്യാറാണ്. അലാ ഇന്ന സിലാത്തല്ലാഹി ഹിയൽ ഉൽയ, അലാ ഇന്ന സിലാത്തല്ലാഹി ഹിയൽ ജന്ന. ആ മൂല്യമെന്ന് പറയുന്നത് സ്വർഗമാണ്. അത്രയും വില അല്ലാഹു സുബ്ഹാനഹു വ തആല പകരമായിട്ട് നമുക്ക് നൽകുന്നു. നമ്മെ ഈ കച്ചവടത്തിൽ ഏർപ്പെടാൻ, ഈ ഇടപാടിലൂടെ സഞ്ചരിക്കുവാൻ അള്ളാഹു നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഫസ്തബ്ശിറൂ, നിങ്ങൾ സന്തോഷിക്കുക. അല്ലദീ ബായഅതും ബിഹി, നിങ്ങൾ ഏർപ്പെട്ട ഈ കച്ചവടത്തിൽ നിങ്ങൾ സന്തോഷത്തോടു കൂടി മുന്നേറുക. ഇതൊരിക്കലും നഷ്ടമുണ്ടാകുന്ന കച്ചവടമല്ല, ലാഭകരമായിട്ടുള്ള കച്ചവടമാണ് എന്ന് മറ്റു സ്ഥലങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം കൊണ്ട്, ദേഹം കൊണ്ട്, നമ്മുടെ സമയം കൊണ്ട്, അതുപോലെ തന്നെ ധനം കൊണ്ടൊക്കെയും ഏറ്റവും മികവുള്ള വിലപ്പെട്ട സേവനങ്ങൾ അല്ലാഹുവിന് വേണ്ടി നാം കാഴ്ചവെക്കുന്ന കാലത്തോളം അതിന് പകരമായിട്ട് അതിലും കൂടുതൽ മൂല്യമുള്ള വില അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയും ചെയ്യും. ഈ ആയത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു ഉടമ്പടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് അഖബ ഉടമ്പടിയായിരുന്നു. നുബുവത്തിൻ്റെ 13-ാമത്തെ വർഷം ഹജ്ജ് സീസണിൽ അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ, ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളിൽ ഹജ്ജ് സീസണിൽ ധാരാളം ആളുകൾ മദീനയിൽ നിന്ന് മക്കയിൽ വന്നിരുന്നു. അതിൻ്റെ ഇടയിൽ 173 ആളുകൾ, 2 സ്ത്രീകളടക്കം 73-ൽ പരം ആളുകൾ പ്രവാചകനുമായിട്ട് സംസാരിക്കുവാനും ചില കാര്യങ്ങൾ അടുത്തറിയുവാനും പ്രവാചകനുമായി സംവദിക്കുവാനും ഒക്കെയുള്ള താല്പര്യത്തോടു കൂടി അഖബ എന്ന പ്രദേശത്തെത്തി. കാരണം നേർക്കുനേരെ മറ്റൊരവസരത്തിൽ ഇതുപോലെ വരിക പ്രയാസമായിരുന്നു. ഹജ്ജിൻ്റെ സീസണായതുകൊണ്ട് ധാരാളം ആളുകൾ പല ഭാഗത്തു നിന്നും വരും. അക്കൂട്ടത്തിലാകുമ്പോൾ പെട്ടെന്നൊരു തിരിച്ചറിവുണ്ടാവുകയില്ല എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ 73 ആളുകൾ മദീനയിൽ നിന്ന് വന്നു. മദീനയിൽ നിന്ന് വന്നപ്പോൾ പ്രവാചകനുമായിട്ടൊക്കെ സംസാരങ്ങളൊക്കെ നടന്നു. ഇസ്ലാമിനെ പറ്റി അവർ മനസ്സിലാക്കി. മക്കയിലെ 13 വർഷത്തെ ജീവിതത്തെ സംബന്ധിച്ചവർ അടുത്തറിഞ്ഞു. ഹിജറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രവാചകനുമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് 73 ആളുകളും പങ്കുവെച്ചു. കൂട്ടത്തിൽ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആവശ്യപ്പെട്ടു, ഞാൻ അഥവാ പലായനം ചെയ്തുകൊണ്ട് മദീനയിൽ എത്തുകയാണെങ്കിൽ എൻ്റെ സംരക്ഷണം നിങ്ങൾ ഏറ്റെടുക്കുമോ? എൻ്റെ ദേഹത്തിൻ്റെ സംരക്ഷണം മാത്രമല്ല, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ സന്ദേശമുണ്ട്, അള്ളാഹുവിൻ്റെ ഈ അമാനത്ത്, അത് നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും നിങ്ങൾ നടത്തുമോ എന്ന് ചോദിക്കുകയുണ്ടായി. ഈ ഘട്ടത്തിൽ ആ വന്ന സംഘത്തിൽപ്പെട്ട ഒന്നടക്കം ആ സഹാബികൾ, ആ
മദീനക്കാരായിട്ടുള്ള ആളുകൾ പ്രവാചകനോട് ഞങ്ങൾ സംരക്ഷണം തീർക്കാം, ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ സന്താനങ്ങളെയും ഞങ്ങളുടെ സ്ത്രീകളെയും വീടിനെയും ഒക്കെ സംരക്ഷിക്കുന്നതിലുപരിയായിട്ട് പ്രവാചകരെ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറാണ്. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചു, നിങ്ങളുടെ കാര്യം ഉറപ്പായി, നിങ്ങളുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കാം എന്നുള്ള കാര്യവും ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വഹാദിഹിൽ ഉമൂറു കുല്ലുഹാ ലക് വമാ ലന, ഞങ്ങൾക്കെന്താണുള്ളത്? ഞങ്ങളിതൊക്കെ ചെയ്യാൻ തയ്യാറാണ്, അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ വമാ ലന, ഞങ്ങൾക്ക് എന്താണ് ലാഭം? ഈ ഘട്ടത്തിലാണ് സമനുക്കും അൽ ജന്ന, നിങ്ങൾ കാണാത്ത, നിങ്ങൾ കേൾക്കാത്ത, അനുഭവിക്കാത്ത ഒരു സ്വർഗലോകത്തെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ഈ സ്പോട്ടിലാണ് ഇന്നല്ലാഹു അഷ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബി അന്ന ലഹുമുൽ ജന്ന എന്നുള്ള ഈ ആയത്തിൻ്റെ അവതരണമെന്ന് പ്രാമാണികരായിട്ടുള്ള എല്ലാ മുഫസ്സിറുകളും അവരവരുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. ഇത് കേട്ടപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ അദ്ദേഹം വീണ്ടും പ്രവാചകൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ബൈഉൻ റബീഹ്, ഇത് ലാഭകരമായ കച്ചവടം തന്നെയാണ്. ഈ ഇടപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. ലാ നഖീൽ വലാ നസ്തഖീൽ, ഒരു അമാന്തവും ഞങ്ങൾ കാണിക്കുകയില്ല, ഒരു മറുവാക്കു ഞങ്ങൾ പറയുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സന്ദർഭം. ആ ഘട്ടത്തിലും കൂടിയാണ് ഫസ്തബ്ശിറൂ ബിബൈഇകുമുല്ലദീ ബായഅതും ബിഹി, നിങ്ങളിപ്പോൾ ചെയ്ത ഈ കരാറുണ്ടല്ലോ, ആ കരാറുമായി നിങ്ങൾ മുന്നോട്ട് പോകണം, അതിൽ നിങ്ങൾ സന്തോഷിക്കണം. വദാലിക ഹുവൽ ഫൗസുൽ അളീം, നിങ്ങൾക്ക് വലിയ പ്രതിഫലം ഇതുകൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഈ ആയത്തിൻ്റെ അവതരണമുണ്ടായത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, സ്വർഗം കരസ്ഥമാക്കുക എന്നുള്ളത് ദുഷ്കരമായ അരോചകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയായിരിക്കും. സ്വർഗം കരസ്ഥമാക്കുക, സ്വർഗം ചുറ്റപ്പെട്ടിരിക്കുന്നത് ഹുഫത്തിൽ അന്നാറു ബിൽ മകാരിഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം ഈ നരകം ചുറ്റപ്പെട്ടത്, സ്വർഗം ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ് വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്, അങ്ങനെ ഇതിൻ്റെ തുടർച്ചയായിട്ട് മറ്റൊരു പ്രസ്താവനയും ഇറക്കിയതായിട്ട് കാണാൻ കഴിയും. ഒന്നാമത്തെ പ്രസ്താവന ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, സ്വർഗം ദുഷ്കരമായ അരോചകമായ കാര്യങ്ങൾ കൊണ്ടാണ് അലങ്കരിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ വലയം ചെയ്തിട്ടുള്ളത്, ചുറ്റപ്പെട്ടിട്ടുള്ളത്. സ്വർഗത്തിലേക്ക് കടക്കാൻ ദേഹേച്ഛകൾ, ശരീരത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായ അല്ലെങ്കിൽ ജഡികമായ താല്പര്യങ്ങൾക്കനുസൃതമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്താൽ സ്വർഗത്തിലേക്ക് എത്തുക പ്രയാസകരമായിരിക്കും. ശരീരത്തിന് അരോചകമാകുന്ന, ദുഷ്കരമാകുന്ന ചില അക്കബാത്തുകൾ ഭൂമിയിലുണ്ട്, ചില മലയിടുക്കുകൾ ഭൂമിയിലുണ്ട്. അതിലൂടെ ചവിട്ടിപ്പോകേണ്ടതുണ്ട്. ആ മലയിടുക്കുകളെ സംബന്ധിച്ചൊക്കെ പിന്നീട് വിശദീകരിച്ചതായിട്ട് നമ്മുടെ ഓർമ്മയിലുണ്ട്. സൂറത്തുൽ ബലദിൽ അത് വിശദമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ, ഒരു മനോഭാവം, അതുള്ള ആളുകൾക്ക് മാത്രമേ സ്വർഗം ലഭ്യമാവുകയുള്ളൂ. അത് മക്കാരിഹിലൂടെയാണ്. ചിലപ്പോൾ അത് അരോചകമായിരിക്കും, ഇബാദാത്തുകൾ വരെ. അതും അള്ളാഹുവിൻ്റെ റസൂൽ സൂചിപ്പിച്ചു, വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ.
ഇബാദാത്തുകൾ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കാരം പോലും ചിലപ്പോഴൊക്കെ ചിലർക്കൊക്കെ ദുഷ്കരമാണ്, അരോചകമാണ്. അത് ഖുശൂഉം അതിൻ്റെ സന്നദ്ധതയും അള്ളാഹുമായിട്ട് ഏർപ്പെട്ട ഈ കരാറിൻ്റെ മൂല്യം മനസ്സിലാക്കാത്തവർക്ക് വ ഇന്നഹാ ലകബീറത്തുൻ, അത് വലിയ ദുഷ്കരമായ പ്രവർത്തനം തന്നെയാണ്. കൃത്യതയോടുകൂടി സമയബന്ധിതമായിട്ട് പ്രഭാതവേളകളിലും രാത്രി വരെയുള്ള 5 സമയത്ത് നമസ്കാരങ്ങൾ, ബാങ്ക് കേൾക്കുന്ന നമസ്കാരങ്ങളും അതല്ലാത്ത ഖിയാമുൽ ലൈൽ പോലെയുള്ള രാത്രി നമസ്കാരങ്ങളൊക്കെ വളരെ ദുഷ്കരമായിരിക്കും. ഖുശൂഉം ഖുളൂഉം ഇല്ലാത്ത ആളുകൾക്ക് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സൂചിപ്പിച്ചതും ഇത് മനസ്സിന് അല്ലെങ്കിൽ ശരീരത്തിന് ചിലപ്പോൾ അരോചകമായിരിക്കാം. എന്നാൽ അതിലൂടെയാണ് സ്വർഗം ലഭ്യമാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹി ദറജാത്ത്. വിശ്വാസികൾക്ക് അവരുടെ പാപങ്ങളൊക്കെയും മായ്ച്ചു കളയാൻ പറ്റുന്ന, അവരുടെ ദറജകൾ ഗ്രേഡ് ഉയർന്നു പോകുന്ന ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബികൾ നഅം ബലാ യാ റസൂലല്ലാഹ്, പ്രവാചകരെ നിങ്ങളത് അറിയിച്ചാലും എന്ന് പറയുകയുണ്ടായി. അവിടെയും സൂചിപ്പിച്ചത് ഇസ്ബാഉൽ വുളൂ അലൽ മകാരിഹ്, മകാരിഹ് അരോചകമായ അല്ലെങ്കിൽ ദുഷ്കരമായ സന്ദർഭത്തിൽ ഒളു എടുത്ത് തണുപ്പുള്ള രാത്രിയിൽ, ആ രാത്രിയുടെ അവസാന നിമിഷങ്ങളിലൊക്കെ പ്രത്യേകിച്ച് തണുപ്പുണ്ട്, വെള്ളത്തിനും തണുപ്പാണ്, അന്തരീക്ഷം മുഴുവൻ തണുപ്പാണ്. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ഒളു പൂർത്തീകരിച്ച് അള്ളാഹുവിന് വേണ്ടി സുജൂദും റുകൂഉം ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ, അത് നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ചരക്കാണ്. അത് മേടിക്കാനും വാങ്ങിക്കാനും വേണം അള്ളാഹു സുബ്ഹാനഹു വ തആല കൈ നീട്ടിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കുന്നത്. അതിനാണ് ഈ വലിയ വില എന്ന് പറയുന്നത്. അപ്പോൾ അത് ദുഷ്കരമായിരിക്കാം, അരോചകമായിരിക്കാം. പക്ഷെ അത്തരം പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വരാൻ അള്ളാഹുവിൻ്റെ റസൂല് നമ്മോട് ആവശ്യപ്പെടുന്നു. സൂറത്തിൽ ഒരായത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, കുതിബ അലൈക്കുമുൽ ഖിതാൽ വഹുവ കുർഹുൽ ലക്കും. യുദ്ധം അല്ലെങ്കിൽ സമരം, പ്രതിരോധം എന്നൊക്കെ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ഘട്ടങ്ങളിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് വഹുവ കുർഹുൽ ലക്കും, അത് നിങ്ങൾക്ക് അരോചകമായിരിക്കാം, നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കാം, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് വിരുദ്ധമായിരിക്കാം, നിങ്ങൾക്ക് അരോചകമായിരിക്കാം. വഅസ അൻ തക്റഹു ഷൈഅൻ, എന്നിട്ട് അള്ളാഹു തുടർന്നു കൊണ്ട് പറയണം, വഅസ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ഗുണകരമല്ലാത്ത നിങ്ങൾക്ക് ഗുണപരമായ പല കാര്യങ്ങളും അത് ചിലപ്പോൾ നിങ്ങൾക്ക് അരോചകമായി തോന്നിയേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് വഹുവ വഅസ അൻ തക്റഹു ഷൈഅൻ, നിങ്ങൾക്ക് അരോചകമായ ദുഷ്കരമായ നിങ്ങളുടെ ഇച്ഛകൾക്ക് താല്പര്യമില്ലാത്ത പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെയും നിങ്ങൾക്ക് ചിലപ്പോൾ അരോചകമായി തോന്നിയേക്കാം. എന്നാൽ വഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. നിങ്ങൾക്കതിൽ പല ഖൈറുകളും ഉണ്ടാകും. വഅസ അൻ തുഹിബ്ബു ഷൈഅൻ, എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കാം. നിങ്ങളുടെ ശരീരത്തിനും ധനത്തിനും അതുപോലെ തന്നെ ദേഹത്തിനുമൊന്നും പരിക്ക് പറ്റാത്ത വളരെ ലളിതമായിട്ട് കിട്ടാവുന്ന പല കാര്യങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ അതാകട്ടെ വഹുവ ശർറുൽ ലക്കും, നിങ്ങൾക്കതായിരിക്കും ഷർറ്, അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ തിന്മയായിരിക്കും. അത് വലിയ ഭവിഷ്യത്തും ആപത്തും നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാക്കി തീർക്കും. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ, അള്ളാഹു ഇതിനെ സംബന്ധിച്ച് നന്നായിട്ട് അറിയുന്നവനാണ്. എന്നാൽ പലതും അതിൻ്റെ യാഥാർത്ഥ്യം അറിയുകയില്ല താനും. നമ്മൾക്കറിയാത്ത പലതും അള്ളാഹുവിനറിയാം. അതുകൊണ്ട് നമ്മോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത് വളരെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നമ്മുടെ ദേഹം കൊണ്ടും ധനം കൊണ്ടുമൊക്കെ അള്ളാഹുവിന് സമർപ്പിക്കാൻ പറ്റുന്ന അത്രയും മൂല്യമുള്ളത് അള്ളാഹുവിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വില ഇങ്ങോട്ട് പകരമായിട്ട് തരാൻ തയ്യാറാണ്. ഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്, ഹദീസിൻ്റെ തുടർച്ചയിൽ പറയുന്നത്, ഇച്ഛകൾ കൊണ്ടാണ് നരകം ചുറ്റപ്പെട്ടിട്ടുള്ളത്. നരകത്തെ പൊതിഞ്ഞു നിർത്തിയിരിക്കുന്നത് ദേഹേച്ഛകൾ കൊണ്ടാണ്, താല്പര്യങ്ങളാണ് നരകത്തിൽ ഉണ്ടാവുക. സ്വർഗത്തിൽ ദുഷ്കരങ്ങളാണ്. നമുക്കരോചകമായ പല കാര്യങ്ങളുമായിരിക്കും സ്വർഗം നേടിത്തരിക. സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം പറഞ്ഞാൽ, ചിലപ്പോഴൊക്കെ വായനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലളിതമായൊരു ഉദാഹരണം, ഒരാൾ ഒരു പഠന വസ്തു, ഒരു പുസ്തകം വായിക്കുകയാണ്. വായന ബെഡിൽ കിടന്നുകൊണ്ട് പുസ്തകങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് വളരെ അശ്രദ്ധയോടുകൂടി ഇടയ്ക്കിടയ്ക്ക് കൺപോളകൾ അടഞ്ഞു പോകുന്നുണ്ട്, പുസ്തകം കയ്യിൽ നിന്ന് താഴെ വീഴുന്നുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം എന്തോ ഒരു വായന നടത്തുന്നുണ്ട്, ഒരു പാസീവായിട്ടുള്ള വായന അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മറ്റൊരാൾ വളരെ കാര്യക്ഷമതയോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടി ഖുർആൻ പറഞ്ഞ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച ദൈവത്തിൻ്റെ നാമത്തിൽ വായിക്കുക, അത് ലക്ഷ്യബോധമുള്ള വായനയാണ്. അങ്ങനെയുള്ള ലക്ഷ്യബോധമുള്ളൊരു വായനയ്ക്ക് തയ്യാറാകുന്നൊരു വ്യക്തി, അദ്ദേഹം ആദ്യം എന്താ ചെയ്യുക? അദ്ദേഹത്തിന് വേണ്ട ഇരിപ്പിടം തയ്യാറാക്കും, ഒരു മേശയും ഒരു കസേരയും ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ തൻ്റെ വായനയ്ക്ക് വിധേയമാകുന്ന പാസേജ്, അതിൻ്റെ ആശയങ്ങൾ കുറിക്കുവാനുള്ളൊരു പേനയുണ്ടാകും, അല്ലെങ്കിൽ കടലാസുകളുണ്ടാകും. ഈ വായന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം തന്നോട് തന്നെ ചില ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും, അതിന് ഉത്തരങ്ങൾ അദ്ദേഹം കാണുന്നുണ്ടാകും. അതുപോലെ തന്നെ തൻ്റെ ഭാഷാപരമായും ആശയപരമായിട്ടും മികവുള്ള സംഗതികളൊക്കെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടാകും. ഇങ്ങനെയുള്ളൊരു വായന നടത്തുന്നൊരു വ്യക്തി, ഇതാണ് മൂല്യമുള്ള വായന എന്ന് അറിയപ്പെടുന്നത്. നേരത്തെ നടത്തിയ വ്യക്തി അലസമായ വായനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതുപോലെ നമ്മുടെ ദേഹം കൊണ്ടും ധനം കൊണ്ടുമൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് മൂല്യമുള്ളതാകണം, വിലപ്പെട്ടതാകണം. വലിയ പ്രതിഫലവും വിലയുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത്തരത്തിൽ മൂല്യവത്തായ പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളത് കൂടി സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ലക്ഷ്യബോധം ഇത് ഓരോ പ്രവർത്തനങ്ങളുടെയും മൂല്യം നിശ്ചയിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാണ് വിലയിടുന്നതും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ ദാസന്മാരായ നമ്മളും നടത്തുന്ന ഈ അഗ്രിമെൻറ്റ്, ഈ കച്ചവടം, അതിലൊരിക്കലും ചതിയും വഞ്ചനയും ഉണ്ടാകാൻ പാടില്ല, അശ്രദ്ധയുണ്ടാകാൻ പാടില്ല, അന്യായമായിട്ട് പലതും കവർന്നെടുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ വർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും വഞ്ചിക്കരുത്. വ തഖൂനു അമാനാത്തിക്കും, നിങ്ങൾ ഏറ്റെടുത്ത ഈ അമാനത്തുണ്ടല്ലോ, ഇതിലും വഞ്ചന നടത്തരുത്. വ അൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി അറിവോടുകൂടി യാതൊരു തരത്തിലുള്ള വഞ്ചനയും അള്ളാഹുവിനോട് നടത്തരുത്, പ്രവാചകനോടും നടത്തരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഈ ആയത്തിൻ്റെ ഉള്ളടക്കം വളരെ ഹ്രസ്വമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. നമ്മളേറ്റവും വിലപ്പെട്ട സംഗതികൾ അള്ളാഹുവിന് നൽകാൻ തയ്യാറായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ വില അള്ളാഹു പകരമായിട്ട് സ്വർഗം തന്നെ നൽകാൻ തയ്യാറാണ് എന്നൊരു സന്ദേശമാണ് ഈ സൂറത്തു തൗബയുടെ 111-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസൃതമായിട്ടുള്ള ഒരു പ്രവർത്തന രീതി ദീനിനും ധർമ്മത്തിനും അതുപോലെ തന്നെ നീതിക്കുമൊക്കെയുള്ള നമ്മുടെ അവകാശങ്ങളൊക്കെ കവർന്നെടുക്കുമ്പോൾ അതിനൊക്കെ എതിരെ ശബ്ദിക്കുക, അതിനൊക്കെ വേണ്ടി വന്നാൽ സമരമുഖത്ത് തന്നെ, തെരുവിലേക്ക് തന്നെ ഇറങ്ങേണ്ടി വന്നാൽ അത്തരം പ്രവർത്തനങ്ങളൊക്കെ അതിനൊക്കെ ഒരു മാനമുണ്ട്, അതിനൊക്കെ മൂല്യമുണ്ട്. അത് ഖുർആനിക വിരുദ്ധമല്ല,
അത് കച്ചവടവുമായി ബന്ധപ്പെടുത്തിയ സ്ഥലത്ത് ചില പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദീൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആത്മീയ ലോകത്ത് മാത്രം കെട്ടിക്കിടക്കേണ്ട ഒരു സംഗതിയല്ല. കച്ചവടം സമൂഹത്തിലാണ് നടക്കുക. അതുകൊണ്ട് തന്നെ ദീനിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും ഖൈറു ഉമ്മത്തായിട്ട് തന്നെ ഉഖ്രിജത്തിൽ ഇന്നാസ്, മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മനുഷ്യർക്ക് നീതി കിട്ടണം, വിശ്വാസികൾക്ക് ഇസ്സത്തോടു കൂടി ജീവിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാകണം. അതിനൊക്കെയുള്ള ശബ്ദവും അതിനൊക്കെയുള്ള ഒരു മനോഭാവവും ഒക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. വളരെ പക്വതയോടു കൂടി തന്നെ, വളരെ വിവേകത്തോടു കൂടി തന്നെ, വൈജ്ഞാനിക അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും എന്നുകൂടി സാന്ദർഭികമായിട്ട് ഓർമ്മിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ അഅ്മാലുകളായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ വന്ന എല്ലാ വീഴ്ചകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. ധാരാളം വ്യക്തികൾ രോഗങ്ങൾ കൊണ്ട് വീടുകളിലും ആശുപത്രികളിലുമൊക്കെ കഴിഞ്ഞുകൂടുന്നുണ്ട്. വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് ഓപ്പറേഷനുകൾക്ക്, സർജറികൾക്കൊക്കെ വിധേയമായി കൊണ്ട് കിടക്കുന്ന അവസ്ഥയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും ആജിലായ ശിഫയും സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാർ പലരും അള്ളാഹുവിലേക്ക് തിരിച്ചു പോയവരുണ്ട്. ഇപ്പോൾ അടുത്ത തിരൂർ സ്വദേശികളായ ആൾ തന്നെ ഇപ്പോൾ ഗൾഫിൽ വെച്ചുകൊണ്ട് മരണപ്പെടുകയുണ്ടായി. വളരെ ചെറുപ്പം. അതുപോലെ തന്നെ തെക്കുമുറിയിൽ മറ്റൊരു വ്യക്തി മരണപ്പെടുകയുണ്ടായി. കുഴഞ്ഞു വീണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മരിക്കുകയുണ്ടായി. ഇതൊക്കെയും യുവത്വങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിലേക്ക് തിരിച്ചുപോയ എല്ലാ സഹോദരന്മാർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും, വഖഫ് ഭേദഗതി ബില്ല് ഉൾപ്പെടെയുള്ള മറ്റ് പല ബില്ലുകളും, വരാനിരിക്കുന്നതും ആയിട്ടുള്ള എല്ലാ ബില്ലുകളും ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിസന്ധികളെയും വളരെ പക്വതയോടുകൂടി അഭിമുഖീകരിക്കുവാനും തരണം ചെയ്യുവാനുമുള്ള ഒരു മാനസികാവസ്ഥ, അതിനുള്ള തൗഫീക്ക്, അതിനുള്ള സന്നദ്ധത, ഇസ്തിഅദാദ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന